തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി വല്ലങ്ങി പ്രദേശം. വല്ലങ്ങി ചന്തപ്പേട്ട മാവേലി സ്റ്റോർ പരിസരം തെരുവ് നായ ഭീതിയിലായിട്ട് മാസങ്ങളായി. കഴിഞ്ഞ ദിവസം മാവേലി സ്റ്റോറിലെത്തിയ അളവശ്ശേരി സ്വദേശി ചന്ദ്രബോസിനെ നായ ആക്രമിച്ചത് പ്രദേശവാസികളുടെ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. മാവേലി സ്റ്റോറിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ പോവാത്ത സ്ഥിതിയാണുള്ളത്. തെരുവുനായ്ക്കൾക്ക് ചിലർ ഭക്ഷണം കൊടുക്കുന്നതിനാലാണ് അവ പ്രദേശത്ത് തന്നെ തുടരുന്നതെന്നും ഭക്ഷണം പ്രതീക്ഷിച്ച് ആളുകൾക്ക് നേരെ നായ്ക്കൾ പാഞ്ഞെടുക്കുന്നത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വല്ലങ്ങി ചന്തപ്പേട്ടയ്ക്കകത്ത് തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. നിരന്തരമായി മാവേലി സ്റ്റോറിലേക്ക് സാധനം വാങ്ങിക്കാൻ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കണം. ഒരു ബാഗും കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. നേരത്തെ 1-2 നായ്ക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 10-15 നായ്ക്കളാണ് നമ്മുടെ ഈ ചന്തപ്പേട്ടയ്ക്കകത്ത്. ഒരാൾക്ക് അതിനകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇന്ന് നിരന്തരമായ ആളുകൾക്ക് കടിയേൽക്കുന്നൊരവസ്ഥ. ഇന്നും കാലത്ത് കടിയേറ്റിട്ടുണ്ടായിരുന്നു. അതിനുടൻ തന്നെ ഒരു നടപടി സ്വീകരിക്കണം. ഇപ്പോൾ നായി കടിച്ചാൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ കൂടി ചോദിക്കാനില്ലാത്തൊരവസ്ഥയിലാണ്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനുടൻ തന്നെ ഒരു പരിഹാരം കാണണമെന്ന് മിനിമം അഭ്യർത്ഥിക്കുന്നു. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CC സുനിൽ സ്ഥലത്തെത്തി. തെരുവ് നായ്ക്കളെ പിടികൂടാനുള്ള നടപടിയുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ റൂമെടുത്ത് വ്യാപാരം നടത്തുന്ന ചില ആളുകൾ ഈ നാട്ടിലുള്ള മുഴുവൻ തെരുവ് കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുകയും ആ നായ്ക്കൾ മുഴുവൻ ഈ ചന്തപ്പേട്ടയ്ക്കകത്ത് സ്വൈര്യവിഹാരം നടത്തുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിസരത്തെ പല ആളുകളും, പല വീടുകളിലെ ആളുകളും അവരുടെ വീടുകളിലെ ഫുഡ് വേസ്റ്റ് പല സമയങ്ങളിൽ രാത്രി കാലങ്ങളിലും മറ്റും കൊണ്ടുവന്ന് ചന്തപ്പേട്ടയ്ക്കകത്തുണ്ടിടും. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളും ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേന അംഗങ്ങളെല്ലാവരും ചേർന്ന് മണിക്കൂർ കണക്കിന് നിന്ന് വൃത്തിയാക്കിയ പ്രദേശമാണിത്. അവിടെ 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് അവിടെ കൊണ്ട് വീണ്ടും വേസ്റ്റ് കൊണ്ടിരിക്കുക. ഈ വേസ്റ്റ് തേടിയിട്ടാണ് ഇവിടെ തെരുവ് നായ്ക്കൾ വരുന്നത്. സമൂഹത്തിന് ആദ്യം ഒരു ബോധ്യമാണ്. അവനവരുടെ നാട് വൃത്തിയായി സൂക്ഷിക്കാനുള്ള ബാധ്യത നാട്ടിലെ ജനങ്ങൾക്ക് കൂടെ ഉള്ളതാണ്. ഇന്നിവിടെ അളവശ്ശേരി സ്വദേശിയായ ഒരാളെ നായ കടിച്ച് അദ്ദേഹത്തിൻ്റെ ഇറച്ചി പറിച്ചെടുക്കുന്ന രീതിയിൽ അത്രയ്ക്കും മാരകമായ രീതിയിൽ നായ കടിച്ചിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും കേൾക്കാത്ത രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്യുകയാണ്. നായകളെ പിടിക്കുന്നതിനായിട്ട് ഉള്ള വന്ധീകരിച്ചു വിടുന്നതിന് വേണ്ട കേന്ദ്രങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ശുപാർശ പോയിട്ടുണ്ട്. അതിൻ്റെ ആ നടപടിക്രമങ്ങൾ പഞ്ചായത്ത് എടുക്കും. നായകളെ പിടിച്ച് വന്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് സ്വീകരിക്കുന്നതാണ്. ഒപ്പം തന്നെ ഇവിടെ മാലിന്യം ഇടുന്നവർക്കെതിരെയും അതുപോലെ തന്നെ നായകളെ ഇവിടെ കൂടുതൽ വളർത്തുന്ന രീതിയിൽ ഇവിടെ പെരുമാറുന്ന ആളുകൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തും. 10ഓളം നായ്ക്കളാണ് ജനജീവിതത്തിന് ഭീഷണിയായി ഇവിടെയുള്ളത്. ചിലർ വളർത്തു നായ്ക്കളെ റോഡിൽ ഉപേക്ഷിക്കുന്നതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.